ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾക്ക് പേര് കേട്ട നമ്മുടെ പ്രിയപ്പെട്ട വാഴാലിക്കാവ്. നമ്മുടെ ചന്ദ്രോത്സവ സിനിമയിലെ ചിറക്കൽ ശ്രീഹരിയും കൂട്ടരും ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഈ അത്താണിയിൽ നിന്നിട്ടാണ് ഗൈസ്. ആ വരുന്നു നോക്കിടാ, ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ എന്ന ഡയലോഗ് ഇവിടെ വെച്ചിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. നമുക്കിതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം ഗൈസ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ഇടം തന്നെ ആയതുകൊണ്ട് ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, മറ്റു റീൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഫോട്ടോഗ്രാഫി എല്ലാത്തിനും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റായ നമ്മുടെ കൂത്തുമാടം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മുടെ പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും അതിർത്തി പങ്കിടുന്ന വാഴാലിക്കാവ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഗൈസ്. ചുറ്റിലും കതിരിട്ട് നിൽക്കുന്ന നെൽപ്പാടം, മലകൾ, ആൽമരങ്ങൾ, അമ്പലത്തിലെ പാട്ട് എല്ലാം ഒരു പോസിറ്റീവ് എനർജി തരുന്ന അതിമനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മുടെ വാഴാലിക്കാവ്. നമ്മുടെ വാഴാലിപ്പാടത്ത് ഹൈലൈറ്റായ കൂത്തുമാടം പാടത്തിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എന്ത് രസമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വന്നാൽ തന്നെ ഗൈസ് നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് വരുന്നവർക്കായിട്ട് ഞാൻ ലൊക്കേഷൻ പറയാം. തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളം എന്ന ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശമാണ്. ബസ്സിന് വരുന്നവർക്ക് ഷൊർണൂരിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് നേരിട്ട് ബസ് കിട്ടും. പിന്നെ എപ്പോഴും ബസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചില പ്രത്യേക സമയത്ത് മാത്രമുള്ള അന്വേഷണം വരണം. പിന്നെ സ്വന്തം വാഹനങ്ങൾ വരുന്നവരാണെങ്കിൽ ഷൊർണൂർ വഴി വരുമ്പോൾ പൈങ്കുളത്തുനിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ വളരെ ഷോർട്ട് കട്ടാണത്, ഷോർട്ട് വേ ആണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നവരൊക്കെ എന്തായാലും സന്ദർശിക്കേണ്ട ഒരു അതിമനോഹരമായ ഗ്രാമക്കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ വാഴാലിക്കാവ്. ഇവിടെ ഒരുപാട് പേര് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, റീൽസ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂത്തുമാടം കാണാൻ എന്തൊരു ഭംഗിയാണ്. തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കൂത്തുമാടവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ക്ഷേത്രവും. ഗൈസ്, നമ്മുടെ മഴവിൽക്കാവടി സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷൻ കൂടിയാണത്. ഈ ആലിലെ ചുവട്ടിൽ വെച്ചിട്ടാണ് ജയറാമും അമ്മിണിക്കുട്ടിയും കൊണ്ട് പോകുന്ന ഒരു രംഗം. അതിമനോഹരമായിട്ടുള്ള ചിത്രീകരണങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ്. ബാലേട്ടൻ സിനിമയിൽ നമ്മുടെ ലാലേട്ടനെ ഓടിക്കുന്നത് ഈ റോട്ടിലൂടെയാണ് കേട്ടോ. അങ്ങനെ എത്ര സിനിമകളാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ളത്. ഈ കാണുന്ന ആൽമരം കണ്ടോ, അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ അമ്മിണിക്കുട്ടിയായിട്ട് ജയറാമേട്ടൻ ഒളിച്ചോടാൻ പോകുന്ന ഒരു സീനുള്ളത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് കേട്ടോ.
നമ്മൾ മ്യൂസിക്കൊന്നും കയറ്റാതെ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഒരു വൈകുന്നേരത്തെ പാട്ട്, അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാമേ. ഒരു വൈകുന്നേര സമയത്ത് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യാസമയത്തെ കിട്ടുന്നൊരു പ്രത്യേക അനുഭൂതി ഇവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് ഡാൻസേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ റീൽസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗൈസ്, സമയം വളരെ വൈകിട്ടുണ്ട്. ഫോണിൽ സെറ്റിങ്സിൽ ക്യാമറയിൽ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതിന് ചെറിയ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ കൂത്തുമാണത്തിൻ്റെ പുറകിലോട്ട് പോയി നോക്കാം. അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒഴുകുന്ന നമ്മുടെ നിളാനദി, നമ്മളെ ഭാരതപ്പുഴ കാണിച്ചു തരാം. വരദേ ശ്രീ സരസ്വതി നമോസ്തുതേ, വരദേ ശ്രീ സരസ്വതി നമോസ്തുതേ. എത്ര കണ്ടാലും മതിവരാത്ത നമ്മുടെ കൂത്തുമാടത്തിൻ്റെ ഭംഗി, അത് വീണ്ടും എന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഈ ചെറിയതാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്കിതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക്, ഷെയർ, നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് എല്ലാം എനിക്ക് വളരെ വിലയേറിയതാണ്. ഇത് പുഴയിലോട്ട് ഇറങ്ങുമ്പോൾ കൂത്തുമാടത്തിന് പുറകിലായിട്ടുള്ള പരന്നു കിടക്കുന്ന പുഴ, വെള്ളം വളരെ കുറവാണ്. ഒരു വൃശ്ചിക മാസം സമയത്തായതുകൊണ്ട് തന്നെ വളരെ മഴ കുറവാണ്. വളരെ വെള്ളം കുറഞ്ഞൊരു സമയമാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഷൂട്ട് ചെയ്ത കുറച്ച് സിനിമകൾ ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നക്ഷതങ്ങൾ, മഴവിൽക്കാവടി, ഈ പുഴയും കടന്ന്, മല്ലു സിംഗ്, കിളിച്ചുണ്ടൻ മാമ്പഴം, സെല്ലാപം, ആറാം തമ്പുരാൻ, ആറാട്ട്, ബാലേട്ടൻ, ബോഡിഗാർഡ്, ചന്ദ്രോത്സവം, അങ്ങനെ നിരവധി സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സന്ധ്യാസമയമായിട്ടുണ്ട്, ഇരുട്ട് നന്നായിട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കൂത്തുമാടത്തിൻ്റെ പുറകിലായിട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പുഴയിലോട്ടാണ്. ഗൈസ്, കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മുടെ ഈ കൂത്തുമാടൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂത്തുമാടത്തിൻ്റെ മേൽക്കൂര ഏതായാലും ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ വെളിയിലേക്ക് ഉണ്ടായിരുന്നു. ഈ പാടം, ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു പ്രളയത്തിൻ്റെ സമയത്ത്. ഇത് പുഴയിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോഴുള്ള സ്റ്റെപ്പാണ്. കൂത്തുമാടത്തിൻ്റെ മേൽക്കൂര ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ ഗൈസ്. ഫുള്ള് വെള്ളക്കെട്ടായിട്ട് കിടക്കായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിൽ. ഇപ്പോൾ മഴ കുറഞ്ഞ സമയമാണ്, വൃശ്ചിക മാസമാണ്. അപ്പോൾ ചുറ്റിലും പൊന്തക്കാടൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം
നല്ലൊരു സായാഹ്നം എനിക്ക് നമ്മുടെ വാഴാലി സമ്മാനിച്ചു. അതിൻ്റെ അനുഭൂതിയോടെ നമുക്ക് മടങ്ങാം. ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.